സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. എക്സിറ്റ് പോളുകൾ തള്ളിയും തള്ളാതെയും മുന്നണികൾ. എക്സിറ്റ് പോളുകൾ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നും LDF സർക്കാർ അധികാരത്തിലെത്തുമെന്നും CPIM. അതേസമയം ഇത്തവണ UDF തിരിച്ചെത്തുമെന്ന കോൺഗ്രസ് നേതൃത്വം. ഇടുക്കി താലൂക്കിൽ റേഷൻ കടയിൽ നിന്ന് വിതരണം ചെയ്ത അരിയുടെ ഗുണമേന്മയെ ചൊല്ലി ഗുരുതര ആരോപണം. ചെള്ളു നിറഞ്ഞതും ഭക്ഷ്യയോഗ്യമല്ലാത്ത അരിയാണ് വിതരണം ചെയ്തതെന്ന പരാതിയുമായി യുവാവ് രംഗത്ത്. തൊഴിലാളികളുടെ അഭാവം മൂലം ഇടുക്കിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ പോയതാണ് നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയായത്. മൂന്നാർ മേഖലയിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നു. മൂന്നാർ പഞ്ചായത്തിൽ ലക്ഷ്മി എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ കടുവയുടെ ആക്രമണത്തിൽ പശു ചത്തു. ഈസ്റ്റ് ഡിവിഷൻ സ്വദേശി നാദകൃഷ്ണന്റെ പശുവാണ് ചത്തത്. വിശദമായ വാർത്തകളിലേക്ക്. എക്സിറ്റ് പോളുകൾ തള്ളിയും തള്ളാതെയും മുന്നണികൾ. ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് ആവർത്തിച്ച ഇടതുപക്ഷവും ഭരണമാറ്റം ഉണ്ടാകുമെന്ന് വിലയിരുത്തി UDFും എക്സിറ്റ് പോൾ ചർച്ചകളിൽ സജീവമാണ്. എക്സിറ്റ് പോളുകൾ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ചെയ്ത ഗവൺമെന്റിന് ജനങ്ങൾ അധികാര തുടർച്ച നൽകുമെന്നും മുതിർന്ന CPIM നേതാവ് PN വിജയൻ പറഞ്ഞു. എക്സിറ്റ് പോള് ഫലമെന്ന് പറയുന്നത് അത്ര വിശ്വാസയോഗ്യമൊന്നുമല്ല. ഞാനടക്കമുള്ള CPMന്റെയും LDFന്റെയും പ്രവർത്തകരും നേതാക്കളും വിലയിരുത്തുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ പ്രകടമായിട്ടില്ല എന്നാണ്. കേരളത്തിലെ വലതുപക്ഷ അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ UDFും BJPയും ഒക്കെയായി ചേർന്ന് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ അവരാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാലും എല്ലാ ജനങ്ങളും അതിൽ കുടുങ്ങിപ്പോകില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. മെയ് 4 ഫലപ്രഖ്യാപനം നടത്തുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. പിന്നെ ഇടുക്കിയെ സംബന്ധിച്ച് 5 സീറ്റും UDF നേടുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അല്ലേ? അങ്ങനൊന്നും സംഭവിക്കാൻ യാതൊരു കാരണവശാലും പോകുന്നില്ല. അങ്ങനെ ഇടുക്കിയെ അങ്ങനെ 5 സീറ്റും UDFന് ജയിക്കാൻ എന്താ ഇവിടെ അതിനുള്ള കാരണം എന്താ? UDF ജയിക്കാൻ എന്താ കാരണം? ജനങ്ങളെ വഞ്ചിക്കുകയും വാഗ്ദാനങ്ങൾ കൊടുത്ത് പറ്റിക്കുകയും ചെയ്തതല്ലാതെ ഇവർക്ക് എന്താ ഒരു കാര്യം പറയാനുള്ളത്? ഉടുമ്പൻചോല അസംബ്ലി മണ്ഡലത്തിൽ, അവിടെയാണ് ഞാൻ പ്രവർത്തിച്ചത്, മണ്ഡലത്തിൽ ഒരു 5000 വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് LDF സ്ഥാനാർത്ഥി സഖാവ് KK ജയേന്ദ്രൻ ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചും എൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചുള്ളത്. അതേസമയം എക്സിറ്റ് പോളുകളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നില്ലെങ്കിലും എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്ന UDFന് അനുകൂലമായ തരംഗമാണ് കേരളത്തിലുള്ളതെന്നാണ് KPCC സെക്രട്ടറി MN ഗോപി വ്യക്തമാക്കുന്നത്. ഇത്തവണ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എക്സിറ്റ് പോൾ ഫലത്തിന്റെ ആധികാരികതയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഈ മുഴുവൻ എക്സിറ്റ് പോൾ ഫലങ്ങളും UDFന് അനുകൂലമാണ് എന്ന് വന്നിട്ടുള്ളത് ഒരു പൊതു ട്രെൻഡാണ് കാണിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 2 സീറ്റുകൾ തർക്കം പറയുന്ന എക്സിറ്റ് പോൾ ഫലം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇടുക്കി ജില്ലയിൽ 5 സീറ്റിലും UDF ജയിക്കും. വലിയ മാർജിനിൽ, വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. ഇവരെന്ത് മാനദണ്ഡത്തിലാണ് 2 സീറ്റുകൾ ഇടതുപക്ഷത്തിന് പോയേക്കാം എന്ന് കണ്ടെത്തിയെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഘട്ടത്തിലും ഇടുക്കി ജില്ലയിൽ 1 സീറ്റിൽ പോലും LDFന് ജയിക്കാൻ കഴിയത്തില്ല. ഇടുക്കി ജില്ലയിലെ 5 സീറ്റുകളിലും വലിയ മാർജിനിൽ, കംഫർട്ടബിൾ ആയിട്ടുള്ള മാർജിനിൽ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇടുക്കിയിലുണ്ട്, അത് കേരളത്തിലെമ്പാടുമുണ്ട്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും UDFന് അനുകൂലമായത് കേരളത്തിൽ UDF വരും എന്നുള്ളതിൻ്റെ പൊതു ട്രെൻഡാണ് കാണിച്ചിട്ടുള്ളത്. എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ ആധികാരികമായ ശരി തെറ്റുകളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഒരു ഫലം പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പോലീസ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് മാത്രമാണ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. അത് ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോഷക സംഘടന എന്നുള്ള നിലയിലാണ് കേരളത്തിൽ പോലീസും ഇൻ്റലിജൻസും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് ദിനത്തോടനുബന്ധിച്ച് ഉപ്പുതറയിൽ CITUവിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ ടൗണിൽ പതാക ഉയർത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം MJ വാവച്ചൻ മെയ് ദിന സന്ദേശം നൽകി. K കലേഷ് കുമാർ, CK പ്രസാദ്, CD ക്രിസ്റ്റി എന്നിവർ പ്രസംഗിച്ചു. സുനിൽകുമാർ, PK സജീവ്, ബിനു തോമസ് എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾ മെയ് ദിനം ആചരിക്കുകയാണ്. ലോകത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി മുതലാളിത്തം നടത്തിയിട്ടുള്ള കഠിനമായ ശ്രമം, ആ ശ്രമത്തെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി
നടത്തിയിട്ടുള്ള സമരവും ആ സമരത്തെ തുടർന്ന് ലോകത്തെ തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുള്ളതുമാണ്. HRTT യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ മെയ് ദിനത്തോടനുബന്ധിച്ച് NRCTയിൽ തൊഴിലാളികളെ അണിനിരത്തി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പുനഃസിറ്റിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം NRCTയിൽ സമാപിച്ചതിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ AB ഷിബു അധ്യക്ഷത വഹിച്ചു. KP സുബീഷ് സ്വാഗതം ആശംസിച്ചു. KSKTU രാജാക്കാട് ഏരിയ സെക്രട്ടറി KK തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. PC രവികുമാർ, CR രാജു, പഞ്ചായത്ത് അംഗം ആശ അജി, അംബുരാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു സാഹചര്യം രൂപപ്പെടുത്തിയത് അമേരിക്കയിലെ ചിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് 1886 തൊഴിലവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് ചുരുക്കി പറഞ്ഞ് തങ്ങളുടെ ജോലി സമയം നിജപ്പെടുത്തണമെന്നും അതോടൊപ്പം തന്നെ തങ്ങളുടെ വേതനത്തിൻ്റെ കാര്യത്തിൽ വ്യവസ്ഥയുണ്ടാകണമെന്നും തൊഴിലാളികളെ മനുഷ്യരായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഒരു തൊഴിലാളി പ്രക്ഷോഭമാണ്, തൊഴിലാളി സമരമാണ്. ഇടുക്കി താലൂക്കിൽ സർക്കാർ റേഷൻ കടയിൽ വിതരണം ചെയ്ത അരിയുടെ ഗുണമേന്മയെ ചൊല്ലി ഗുരുതര ആരോപണമുയരുന്നു. ഭക്ഷ്യയോഗ്യമല്ലാത്ത ചെള്ളു നിറഞ്ഞതും കട്ട കെട്ടിയ നിലയിലും മാലിന്യങ്ങൾ കലർന്നതുമായ അരിയാണ് വിതരണം ചെയ്യുന്നതെന്ന പരാതിയുമായിട്ടാണ് യുവാവ് രംഗത്തെത്തിയത്. ഇടുക്കി താലൂക്കിലെ വാഴത്തോപ്പ് പേപ്പാറയിൽ പ്രവർത്തിക്കുന്ന ARD 34 നമ്പർ റേഷൻ കടയിൽ നിന്ന് ലഭിച്ച അരി ഭക്ഷ്യയോഗ്യമല്ലെന്ന പരാതിയുമായാണ് യുവാവ് രംഗത്തെത്തിയത്. കടയിൽ നിന്നും ലഭിച്ച അരിയുമായി യുവാവ് നേരിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസിലെത്തുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് അരിച്ചാക്കു തുറന്നപ്പോൾ അതിനുള്ളിലുണ്ടായിരുന്ന ചെള്ളുകൾ ഓഫീസ് മുറിയിലാകെ പടർന്നത് ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ചു. ചെള്ളു നിറഞ്ഞതും കട്ട കെട്ടിയ നിലയിലും മാലിന്യങ്ങൾ കലർന്നതുമായ പഴക്കം ചെന്ന അരിയാണ് വിതരണം ചെയ്തതെന്ന് യുവാവ് ആരോപിച്ചു. ഇത്തരത്തിലുള്ള അരി മനുഷ്യ ഉപഭോഗത്തിന് യോജിച്ചതല്ലെന്നും പൊതുജനാരോഗ്യത്തിന് തന്നെ ഭീഷണിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഞാനിത് കണ്ടതെന്ന് പറഞ്ഞാൽ ചെള്ളെന്ന് മാത്രമല്ല, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല. ഈ നമ്മൾ സിമെന്റ് ഒക്കെ വാരിയിട്ടിട്ട് ചാന്ത് മിച്ചം വരില്ല, ആ രീതിയിൽ അരി കട്ട പിടിച്ചിരിക്കുന്നു. അത് കയ്യിലിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി ഇരിക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് ആ അരി മൊത്തം നമുക്ക് കിട്ടിയത്. ഇനി അത് കൂടാണ്ട് ഞാൻ എന്നിട്ട് ആ റേഷൻ കടക്കാരനെ വിളിച്ചു, ചേട്ടാ ഇതെന്നെ സംഭവം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നീ അരി തിരിച്ചു കൊണ്ടുപോവാ, ഞാൻ മാറിത്തരാം എന്ന് പറഞ്ഞു. പക്ഷെ അരി മാറിത്തരാന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഞാനിത് എനിക്ക് മാറി കിട്ടി, നല്ല അരി കിട്ടി, ഞാൻ വീട്ടിൽ കൊണ്ട് കഞ്ഞി വെച്ചു. പക്ഷെ ഈ ഒരു അരി വേറെ ആൾക്ക് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അവരും എന്താ പറയുന്നത്, അവരും കഴിക്കാൻ വേണ്ടിയാണ് ഇത് മേടിക്കുന്നത്. പക്ഷേ ഈ ആദിവാസി മേഖല കൂടിയ സ്ഥലത്തേക്ക് നമ്മുടെ ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, ട്രൈബൽ ഏരിയ ആണ്. അപ്പൊ അവരിത് അതിനെക്കുറിച്ച് ആരും പറയുന്നുമില്ല, ഇത് കിട്ടുന്നതും മേടിച്ചുകൊണ്ട് പോകുന്നു, പ്രതികരിക്കാൻ ആരുമില്ല. ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന റേഷൻ കടയാണിത്. പരാതി ഉയർന്നതിനെ തുടർന്ന് ലൈസൻസിയെ ഓഫീസിലേക്ക് വിളിപ്പിച്ചെങ്കിലും ഇയാൾ ഹാജരായില്ല. ഇതിനെ തുടർന്ന് സപ്ലൈ ഓഫീസിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് റേഷൻ കടയിലെത്തി പരിശോധന നടത്തി. സ്റ്റോക്ക് രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കുകയും ഉപഭോക്താക്കളിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും കുറ്റക്കാരെ കണ്ടെത്തി നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. അതേസമയം റേഷൻ സംവിധാനത്തിലൂടെ ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ജാഗ്രത പാലിക്കാത്തതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. സിറ്റി വിഷൻ ഇടുക്കി. തൊഴിലാളികളുടെ അഭാവം മൂലം ഇടുക്കിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ പോയതാണ് നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നത്. ഇടുക്കിയിൽ നിർമ്മാണ മേഖലയിലെ തൊഴിലാളിക്ഷാമം രൂക്ഷമായി തുടരുന്നതാണ് സ്ഥിതി ഗുരുതരമായത്. തൊഴിലാളികളുടെ ലഭ്യത കുറഞ്ഞതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും മന്ദഗതിയിലായി. ചില സ്ഥലങ്ങളിൽ പണികൾ പൂർണ്ണമായി നിർത്തി. ചെറിയ നിർമ്മാണങ്ങൾ മുതൽ വലിയ പദ്ധതികൾ വരെ വൈകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ പ്രശ്നം തൊഴിലാളികളെ കിട്ടുന്നില്ല. ബംഗാളികളാണ് കൂടുതലും കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ വോട്ട് ചെയ്യാനായിട്ട് പോയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിലവിൽ പണികളൊന്നും നടക്കുന്നില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മാണ സാമഗ്രികളുടെ വിലയും കുതിച്ചുയർന്നു. തൊഴിലാളിക്ഷാമത്തിനൊപ്പം ഇതും നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയാണ്. ഇടുക്കിയിലുണ്ടായിരുന്ന 30,000-ഓളം അതിഥി തൊഴിലാളികളിൽ വലിയൊരു വിഭാഗം നാട്ടിലേക്ക് മടങ്ങി. ഇവരുടെ മടങ്ങിവരവ് പ്രതീക്ഷിച്ചതിനേക്കാൾ വൈകുകയാണ്. സിറ്റി വിഷൻ നെടുങ്കണ്ടം. മൂന്നാർ മേഖലയിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നു. മൂന്നാർ പഞ്ചായത്തിൽ ലക്ഷ്മി എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ കടുവയുടെ ആക്രമണത്തിൽ പശു ചത്തു. ഈസ്റ്റ് ഡിവിഷൻ സ്വദേശി നാദകൃഷ്ണന്റെ പശുവാണ് ചത്തത്. മൂന്നാർ മേഖലയിൽ വന്യജീവി ആക്രമണം തുടരുകയാണ്. മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ കടുവയുടെ ആക്രമണത്തിൽ പശു ചത്തു.
ഈസ്റ്റ് ഡിവിഷൻ സ്വദേശി നാഥകൃഷ്ണന്റെ പശുവാണ് കൊല്ലപ്പെട്ടത്. പശുവിനെ ബുധനാഴ്ച രാവിലെ തേയിലത്തോട്ടത്തിൽ മേയാൻ വിട്ടിരുന്നു. തിരികെ വരാത്തതിനാൽ അന്വേഷണം നടത്തിയപ്പോഴാണ് തൊഴിലാളി ലയങ്ങൾക്ക് സമീപമുള്ള തേയിലത്തോട്ടത്തിൽ പശുവിന്റെ ജഡം കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒന്നിലധികം കടുവകൾ സ്ഥലത്തുള്ളതായി തൊഴിലാളികൾ പറയുന്നു. മൂന്നാറിലെ വിവിധ തേയിലത്തോട്ടങ്ങളിൽ കടുവയുടെ ശല്യം രൂക്ഷമായി തുടരുകയാണ്. ജനവാസ മേഖലയ്ക്ക് സമീപത്തുപോലും കടുവയുടെ സാന്നിധ്യം തുടർക്കഥയാണ്. വന്യജീവി ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ ജനകീയ പ്രതിഷേധമാണ് ഈ മേഖലയിൽ ഉയർന്നുവരുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ദിവംഗതനായിട്ട് മെയ് 1 6 വർഷം പിന്നിട്ടു. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടുക്കി രൂപതയുടെ പ്രഥമ മെത്രാൻ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ദിവംഗതനായിട്ട് ഇന്ന് 6 വർഷങ്ങൾ പിന്നിടുകയാണ്. കോതമംഗലം രൂപത വിഭജിച്ച് 2003 ഇടുക്കി രൂപത രൂപീകരിക്കപ്പെട്ടപ്പോൾ രൂപതയുടെ പ്രഥമ ഇടയനായി സഭ നിയമിച്ചത് ഹൈറേഞ്ചുകാരനായ മാത്യു ആനിക്കുഴിക്കാട്ടിലിനെയായിരുന്നു. 15 വർഷത്തെ ഇടയ ശുശ്രൂഷ പൂർത്തിയാക്കി 2018 അദ്ദേഹം വിരമിച്ചു. 2020 മെയ് 1 അദ്ദേഹം ഇകലോകവാസം വെടിയുന്നത്. ഇന്ന് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാന ചടങ്ങുകൾക്കും കബറിടത്തിലെ പ്രത്യേക പ്രാർത്ഥനകൾക്കും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ ദേവാലയത്തിലെ പ്രാർത്ഥന ചടങ്ങുകൾക്ക് വികാരി ജനറൽ ഫാദർ ജോസ് കരിവേലി, വാഴത്തോപ്പ് കത്തീഡ്രൽ ചർച്ച് വികാരി ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ, പ്രേക്കറേറ്റർ ഫാദർ ജോസഫ് തച്ചുകുന്നേൽ, ഫാദർ തോമസ് ആനിക്കുഴിക്കാട്ടിൽ, ജിൻസ് കാരക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി രൂപതയിലെ മുഴുവൻ ദേവാലയങ്ങളിലും ഇന്ന് അനുസ്മരണ പ്രാർത്ഥനകൾ നടക്കും. സിറ്റി വിഷൻ, ഇടുക്കി. ഇനി നോക്കാം മനോഹര കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്. മധ്യവേനൽ അവധിയെത്തിയതോടെ തമിഴ്നാടൻ ഗ്രാമമായ കമ്പത്തേക്ക് മുന്തിരിത്തോട്ട കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കാണ്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നാണ് സഞ്ചാരികൾ അധികവും കമ്പത്തേക്ക് എത്തുന്നത്. മൂപ്പത്തി പഴുത്ത് വിളവെടുപ്പിന് പാകമായി കിടക്കുന്ന മുന്തിരിക്കുലകൾ സഞ്ചാരികളിൽ കൗതുകം സമ്മാനിക്കുന്നു. മുന്തിരിത്തോട്ടം കാണാൻ എത്തുന്നവർ മുന്തിരി വൈൻ, ജാം എന്നിവയൊക്കെ വാങ്ങിയാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗമായ കമ്പം മുന്തിരി കൃഷിക്ക് ഏറെ പ്രസിദ്ധമാണ്. പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട താഴ്വരയിലാണ് കമ്പത്തെ മുന്തിരി കൃഷി. വർഷം മുഴുവൻ കമ്പത്ത് മുന്തിരി ലഭിക്കും. വർഷത്തിൽ 2 തവണ പ്രധാന വിളവെടുപ്പും 1 തവണ ഇടവിളവെടുപ്പും നടക്കുന്നുവെന്നതാണ് കമ്പത്തെ മുന്തിരി കൃഷിയുടെ പ്രത്യേകത. സീസണില്ലാത്ത കൃഷിയാണ് കമ്പത്തേതെന്ന് ചുരുക്കി പറയാം. வருஷத்துக்கு 3 சீசன் எடுப்போம். வெயில் காலத்தில் பிரச்சனை இல்லை, மழை காலத்தில் கொஞ்சம் சீக்கடிக்கும், மருந்தடிச்சுக்கிடுவோம். அதெல்லாம் ஒன்றும் பிரச்சனை இல்லை. வருஷத்தில் 3 சீசன் நல்லாயிருக்கும். கார்த்திகை மார்கழி இதில் தான் சீக்கடிக்கும். மழை காலம் அந்த பனியில், மற்றபடி மற்ற மாசமெல்லாம் வெயில் அடிக்கல நல்லாயிருக்கும். കറുത്ത പനീർ മുന്തിരിയാണ് കമ്പത്ത് പ്രധാനമായി കൃഷി ഇറക്കിയിട്ടുള്ളത്. രുചിക്കും മണത്തിനുമൊപ്പം ഔഷധഗുണത്തിനും പനീർ മുന്തിരി പേരുകേട്ടതാണ്. മധ്യവേനൽ അവധിയായതോടെ കമ്പത്തേക്ക് മുന്തിരിത്തോട്ടം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്കാരംഭിച്ചു. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നാണ് സഞ്ചാരികൾ അധികവും കമ്പത്തേക്കെത്തുന്നത്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മള് പല റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു മുന്തിരി പാടവും അതുപോലെ ഇങ്ങനെ അറ്റ്മോസ്ഫിയർ വളരെ ഇഷ്ടത്തോടെ കാണുന്ന എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കുറച്ച് ചൂട് കൂടുതലാണ്, പക്ഷെ നാട്ടിലെ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് കുറവാണ്. എങ്കിലും മൂപ്പെത്തി പഴുത്ത് വിളവെടുപ്പിനു പാകമായി കിടക്കുന്ന മുന്തിരിക്കുലകൾ സഞ്ചാരികളിൽ കൗതുകം സമ്മാനിക്കുന്നു. വർഷം മുഴുവൻ കൃഷിയുണ്ടെങ്കിലും ജാനുവരി മുതൽ മെയ് വരെയും ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുമാണ് ഏറ്റവും കൂടുതൽ മുന്തിരിയുടെ വിളവെടുപ്പ് നടക്കുന്നത്. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലവും പശ്ചിമഘട്ട താഴ്വരയിലെ പ്രത്യേക കാലാവസ്ഥയുമാണ് കമ്പത്തെ മുന്തിരിയുടെ നാടാക്കി മാറ്റുന്നത്. പാടങ്ങളിൽ നേരിട്ടുപോയി മുന്തിരി പറിക്കാനും ഫ്രഷ് മുന്തിരി ജ്യൂസ് കുടിക്കാനും മിക്ക തോട്ടങ്ങളിലും സൗകര്യമുണ്ട്. കൂടാതെ മായം കലരാത്ത മുന്തിരി വൈൻ, ജാം എന്നിവയും ഇവിടെ നിന്ന് വാങ്ങാം. സിറ്റി വിഷൻ, തേനി. വേനൽക്കാലത്തും ജലസമൃദ്ധമായി ഹിമാലയൻ നദികളെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇടുക്കി ജില്ലയ്ക്കുമുണ്ട് അങ്ങനെ ഒരു നദി.
വേനൽക്കാലത്തും മഴക്കാലത്തും നിറഞ്ഞൊഴുകുന്ന ഒരു നദിയുണ്ട്. ആനയിറങ്കലിൽ നിന്നും ഉത്ഭവിച്ച് 5ഓളം പഞ്ചായത്തുകളിലൂടെ ഒഴുകി പൊന്മുടി ഡാമിൽ അവസാനിക്കുന്ന പന്നിയാർ പുഴ. എല്ലാ വേനൽക്കാലത്തും ഈ പുഴ നിറഞ്ഞൊഴുകും. ആനയിറങ്കൽ ഡാം തുറക്കുന്നതോടെയാണ് ഇടുക്കിയിൽ പന്നിയാർ പുഴ ജലസമൃദ്ധമാകുന്നത്. വർഷകാലത്ത് മലനിരകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മഴവെള്ളപ്പാച്ചിലിൽ കരകവിഞ്ഞൊഴുകുന്ന പന്നിയാർ പുഴ വേനൽക്കാലത്തും ജലസമ്പന്നമാണ്. ഹിമാലയൻ നദികൾ വേനൽക്കാലത്ത് മഞ്ഞുരുകിയാണ് സജീവമാകുന്നത് എങ്കിൽ മതികെട്ടാൻ ചോലയുടെ മടിത്തട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന പന്നിയാറിനെ സമ്പന്നമാക്കുന്നത് ആനയിറങ്കൽ ജലാശയമാണ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. കാലവർഷ മഴയിൽ പന്നിയാറിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പൊന്മുടിയിൽ സംഭരിക്കും. വേനൽക്കാലത്തിന്റെ ആരംഭത്തോടെ പന്നിയാർ പുഴയിലൂടെ പൊന്മുടിയിലേക്കുള്ള നീരൊഴുക്ക് കുറയും. ഈ സമയത്താണ് ആനയിറങ്കൽ ജലാശയത്തിൽ തുലാവർഷ മഴയിൽ സംഭരിച്ച വെള്ളം വൈദ്യുതി ഉൽപ്പാദനത്തിനായി പന്നിയാർ പുഴയിലൂടെ പൊന്മുടിയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ വേനൽക്കാലത്തും മഴക്കാലത്തും ജലസമൃദ്ധമാണ് പന്നിയാർ പുഴ. വിവിധ ഭാഷകളെയും ആചാരങ്ങളെയും തൊട്ടു തഴുകി ഒഴുകുന്ന പന്നിയാർ ശാന്തൻപാറ, സേനാപതി, രാജകുമാരി, രാജാക്കാട് പഞ്ചായത്തുകളുടെ ജീവനാടി എന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയും കുടിവെള്ളവും കുടിയേറ്റ കർഷകരുടെ ജീവിതവുമെല്ലാം പന്നിയാർ പുഴയെ ആശ്രയിച്ചാണ്. വേനൽക്കാലത്ത് കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങാതെ കുടിവെള്ളം മുട്ടിക്കാതെ മലയോര മേഖലയിലെ ഓരോ പുൽനാമ്പിനും ജീവൻ പകരുകയാണ് പന്നിയാർ. പന്നിയാർ പുഴയെപ്പറ്റി പറയുമ്പോൾ കേരളത്തിൽ തന്നെ ഭാരതപ്പുഴ കഴിഞ്ഞാൽ ഏതാണ്ട് 360 ദിവസവും വെള്ളം ഒഴുക്കും. അതോടൊപ്പം തന്നെ നീരൊഴുക്കുള്ള അല്ലെങ്കിൽ ഡാം തുറന്നുകൊണ്ട് വെള്ളം ഒഴുക്കുള്ളൊരു സ്ഥലമാണ്, പുഴയാണ് നമ്മുടെ പന്നിയാർ പുഴ. ഈ പന്നിയാർ പുഴയുടെ സവിശേഷത നമ്മളെ സംബന്ധിച്ച് കേരളത്തിലെ തന്നെ ഏതാണ്ട് നമ്മുടെ ജില്ലയിൽ തന്നെ 5 പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ജീവനാഡിയായി നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളമായിട്ടും അതോടൊപ്പം തന്നെ കൃഷി ആവശ്യങ്ങൾക്കെല്ലാം 5 പഞ്ചായത്തുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. 30 കിലോമീറ്റർ നീളത്തിൽ ആനയിറങ്കൽ ഡാം മുതൽ ഏതാണ്ട് പൊന്മുടി ഡാം വരെ ഏതാണ്ട് 360 ദിവസം വെള്ളം ഒഴുകുന്നൊരു പുഴയാണ് നമുക്കറിയാം. വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ തുറക്കുന്ന ആനയിറങ്കൽ ജലാശയത്തിലെ വെള്ളം മാർച്ച്, ഏപ്രിൽ, മെയ് തുടങ്ങിയ 3 മാസക്കാലം പന്നിയാർ പുഴയെ ജലസമൃദ്ധമാക്കി നിർത്തും. കർഷകരുടെ കാർഷിക വിളകൾക്ക് ഉണക്ക് ബാധിക്കാതെ സംരക്ഷിക്കാനും സാധിക്കും. വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രക്രിയ നടക്കുന്നത് എങ്കിലും കർഷകർക്കാണ് ഏറെ ഗുണം ചെയ്യുന്നത്. കൂടാതെ ഇരുകരകളിലും താമസിക്കുന്നവർക്ക് ഈ 3 മാസക്കാലം ചാകരയാണ്. ഗോൾഡ് ഫിഷ്, മുഷി, കട്ടള തുടങ്ങി 1 കിലോ മുതൽ 10 കിലോ വരെയുള്ള മീനുകൾ ലഭിക്കും. അന്യനാടുകളിൽ നിന്നും നിരവധി ആളുകളാണ് മീൻ പിടിക്കുന്നതിനായി എത്തിച്ചേരുന്നത്. മെയ് മാസത്തിൽ ജലാശയം അടയ്ക്കും. കാലവർഷ മഴ എത്തുന്നതോടെ വീണ്ടും പന്നിയാർ പുഴ സജീവമാകും. വിവിധ പഞ്ചായത്തുകളുടെ രക്ഷകന്റെ പരിവേഷമുണ്ടെങ്കിലും മാലിന്യങ്ങളാൽ നശീകരണത്തിന്റെ വക്കിലാണ് പന്നിയാർ പുഴ. സിറ്റി വിഷൻ, പൂപ്പാറ. വാഗമണിന് സമീപം കൊച്ചുകരിന്തരുവിയിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ മിനി ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവർക്ക് പരിക്ക്. വാഗമൺ സന്ദർശിക്കുവാൻ തമിഴ്നാട്ടിൽ നിന്നും എത്തിയ വിനോദസഞ്ചാരികളുടെ മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊച്ചുകരിന്തരുവിയിൽ നിന്നും മലയപ്പൊതുവിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് കയറ്റത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് മറിഞ്ഞത്. യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ നടന്നു. മെയ് 1 ആരംഭിച്ച 6 സമാപിക്കുന്ന തിരുവുത്സവത്തിൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം നൽകുവാനുള്ള ശ്രമത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ. പശ്ചിമ കൈലാസനാഥനായി വാണരുളുന്ന രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രസന്നിധിയിലെ പൂജാ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് പെരുമ്പടവ് സ്വദേശികളായ കിഴക്കേപ്പറമ്പിൽ നിധീഷ്, ഭാര്യ ഐശ്വര്യയും മക്കളും ചേർന്ന് തിരി തെളിച്ചുകൊണ്ട് കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. ചടങ്ങിന് ക്ഷേത്രം മേൽശാന്തി സതീഷ് മുഖ്യ കർമ്മികത്വം വഹിച്ചു. ശാഖാ പ്രസിഡന്റ് സാബു വാവലിക്കാട്ട്, വൈസ് പ്രസിഡന്റ് VS ബിജു, സെക്രട്ടറി KP സജീവ്, വനിതാ സംഘം പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. മെയ് 1 മുതൽ 6 വരെയാണ് തിരുവുത്സവം നടക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. ചെറിയൊരു ഇടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട,
സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ. ഏലപ്പാറ സ്വദേശി ഭാഗ്യരാജാണ് 4th അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. പിഴ അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ 2 വർഷം കഠിന തടവും അനുഭവിക്കണം. 2018 ഡിസംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പ്രതി ഭാര്യയായ ഷേർലിയെ സാരി ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കുണ്ടാക്കി കഴിക്കോലിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയായിരുന്നു. 40-ലധികം കേസുകളിൽ പ്രതിയായ പിടികിട്ടാപ്പുള്ളി ഇടുക്കി പോലീസിന്റെ പിടിയിൽ. വിവിധ ജില്ലകളിലായി 40-ലധികം കേസുകളിൽ പ്രതിയായ രാജാക്കാട് ബൈസൺ വാലി വാകത്താനത്ത് വീട്ടിൽ ജോവി ഫിലിപ്പാണ് പിടിയിലായത്. ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ നിരവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPSന്റെ നിർദ്ദേശം പ്രകാരം അന്വേഷിച്ചതിൽ പ്രതി വഴക്കുളം ഭാഗത്തുണ്ടെന്ന് അറിവാകുകയും തുടർന്ന് തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ വിജേഷ്, ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ LP സ്ക്വാഡ് എന്നിവർ ചേർന്ന് 29/9/26 തീയതി വാഴക്കുളത്തെ പ്രതിയുടെ വീട്ടിൽ നിന്നും വാഴക്കുളം പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു. സിറ്റി വിഷൻ ഇടുക്കി. തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗമായ ബോഡിമെട്ട് ബോഡിനായ്ക്കന്നൂർ റോഡ് കാഴ്ചയുടെ ധാരാളിത്തമൊരുക്കുന്ന ഇടമാണ്. കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഈ റോഡ് അപകടം പതിയിരിക്കുന്ന ഒരു പാത കൂടിയാണ്. 17 ഹെയർപിൻ വളവുകളാണ് ഈ റോഡിന്റെ പ്രത്യേകത. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ അതീവ ശ്രദ്ധയോടെ വേണം വാഹനമോടിക്കാനെന്ന മുൻകരുതലും മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ വാൽപ്പാറ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തുടരെയുള്ള ഹെയർപിൻ വളവുകൾ താണ്ടിയുള്ള യാത്രയും യാത്രക്കിടയിലെ അപകട സാധ്യതകളുമൊക്കെ ചർച്ചയായത്. വാൽപ്പാറ ചുരം റോഡിലൂടെ അതീവ ശ്രദ്ധയോടെ വാഹനമോടിക്കേണ്ടതിന്റെ ആവശ്യകതയായിരുന്നു ഈ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും അടിസ്ഥാനം. സമാന രീതിയിൽ കണ്ണിമ ചിമ്മാതെ അങ്ങേയറ്റം ശ്രദ്ധയോടെ വാഹനമോടിക്കേണ്ടുന്ന മറ്റൊരു പാതയാണ് തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗമായ ബോഡിമെട്ട് ബോഡിനായ്ക്കന്നൂർ റോഡ്. ഇടുക്കിയുടെ അതിർത്തി മേഖലയായ ബോഡിമെട്ടിനെയും ബോഡിനായ്ക്കന്നൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. ദിവസവും മൂന്നാറിൽ നിന്നടക്കം 100 കണക്കിന് ആളുകൾ ബോഡിനായ്ക്കന്നൂറിലേക്കും തിരികെയും യാത്ര ചെയ്യുന്ന പാത. കാഴ്ചയുടെ ധാരാളിത്തമൊരുക്കുന്ന ഇടം കൂടിയാണ് ഈ പാത. ഇവിടെ നിന്നുള്ള ബോഡിനായ്ക്കന്നൂർ പട്ടണത്തിന്റെയും മറ്റു തമിഴ്നാടൻ ഗ്രാമങ്ങളുടെയും ദൂരകാഴ്ച വളരെ മനോഹരമാണ്. 17 ഹെയർപിൻ വളവുകളാണ് ബോഡിമെട്ട് ബോഡിനായ്ക്കന്നൂർ റോഡിന്റെ പ്രത്യേകത. മലയിടുക്കിലൂടെ വളഞ്ഞു തിരിഞ്ഞ് ദൂരേക്ക് പോകുന്ന റോഡിന്റെ കാഴ്ചയും മനോഹരം തന്നെ. എന്നാൽ വാൽപ്പാറ ചുരം റോഡ് പോലെ തന്നെ ശ്രദ്ധ കൈവിടാതെ വേണം ബോഡിമെട്ടിൽ നിന്നും ബോഡിനായ്ക്കന്നൂരിലേക്കുള്ള ചുരമിറങ്ങുവാൻ. തുടരെയുള്ള വളവുകൾക്കൊപ്പം വീതി കുറവും റോഡിന്റെ പല ഭാഗത്തുമുണ്ട്. ചുരം കയറി വരുന്ന ഭാരവാഹനങ്ങളും തമിഴ്നാട് കേരള ബസ്സുകളുമൊക്കെ ധാരാളമുണ്ടാകും ഈ റോഡിൽ. റോഡിന്റെ ഒരു ഭാഗത്ത് വലിയ പാറക്കെട്ടെങ്കിൽ മറുഭാഗത്ത് കീഴ്ക്കാം തൂക്കായ കൊക്കയാണ്. വാൽപ്പാറ ദുരന്തമെന്ന പോലെ വാഹനങ്ങൾ കൊക്കയിലേക്ക് പതിച്ചുള്ള അപകടങ്ങൾ ബോഡിമെട്ട് ബോഡിനായ്ക്കന്നൂർ റോഡിലും സംഭവിച്ചിട്ടുണ്ട്. അണുവിട ശ്രദ്ധ തെറ്റാതെ വളരെ വേഗത കുറച്ചുവേണം ഇതുവഴി വാഹനമോടിക്കാൻ. ഹെയർപിൻ വളവുകളുടെ വീതി വർദ്ധിപ്പിക്കുകയും സുരക്ഷാവേലികൾ സ്ഥാപിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും സുരക്ഷയൊരുക്കേണ്ടുന്ന ഇടങ്ങൾ ഈ പാതയുടെ പലയിടത്തുമുണ്ട്.
അതീവ ശ്രദ്ധയോടെ വാഹനമോടിച്ച് ചുരമിറങ്ങിയാൽ എത്തുന്നത് കാർഷിക പെരുമ തിങ്ങിയ തമിഴ്നാടൻ ഗ്രാമങ്ങളിലേക്കാണ്. സിറ്റി വിഷൻ തേനി. നെടുങ്കണ്ടം ഫെസ്റ്റ് മെയ് 7 മുതൽ 17 വരെ നടക്കും. നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ 11 ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുക. നെടുങ്കണ്ടം ഫെസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മെയ് 7 വൈകുന്നേരം 6 ഡീൻ കുര്യാക്കോസ് MP നിർവഹിക്കും. 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ തയ്യാറാക്കുന്ന ഫെസ്റ്റ് നഗരിയിൽ ഫ്ലവർ ഷോ, പ്രദർശന വിൽപ്പന സ്റ്റാളുകൾ, റോബോട്ടിക് ആനിമേഷൻ ഷോ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, അക്വേറിയം, പുഷ്പമേള, ലേസർ ഷോ, ബോഡി ഷോ, സ്നേക്ക് പാർക്ക്, സെമിനാറുകൾ, മെഡിക്കൽ, ISRO സ്റ്റാളുകൾ തുടങ്ങി വിനോദവും വിജ്ഞാനവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ആരംഭിച്ച് മെയ് 17 സമാപിക്കുന്ന രീതിയിലാണ് നെടുങ്കണ്ടം ഫെസ്റ്റ് ആരംഭിക്കുകയാണ്. 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റ് നെടുങ്കണ്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ബഹുമാനായ ഇടുക്കിയുടെ ആദരണീയ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിക്കും. നിയുക്ത ഉടുമ്പൻചോലയുടെ MLA അധ്യക്ഷത വഹിക്കും. ഏകദേശം 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ തയ്യാറാക്കുന്ന ഫെസ്റ്റ് നഗരിയിൽ കാർണിവൽ, ഫ്ലവർ ഷോ, റോബോട്ടിക് ആനിമേഷൻ ഷോ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, പ്രദർശന വിൽപ്പന സ്റ്റാളുകൾ, അക്വേറിയം, ഫോട്ടോ പ്രദർശനം, ബോഡി ഷോ, സ്നേക്ക് പാർക്ക്, സെമിനാറുകൾ, മെഡിക്കൽ, ISRO സ്റ്റാളുകൾ തുടങ്ങിയ വിനോദവും വിജ്ഞാനവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമുകളാണ് ഒരുക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 6 മുതൽ കലാപരിപാടികൾ. 7 മിമിക്രി കലാകാരൻ മഹേഷ് കുഞ്ഞുമോനും ഗായകൻ നിധിൻ രാജും നയിക്കുന്ന മെഗാ ഷോ. ചലച്ചിത്ര താരം ടിനി ടോം മുഖ്യാതിഥിയായി പങ്കെടുക്കും. 8 ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് രാഹുൽ കൊച്ചാപ്പി നയിക്കുന്ന കോട്ടയം തുടിയുടെ നാടൻപാട്ട്. 9 ആലപ്പുഴ റേബാൻ ഓർക്കസ്ട്രയുടെ ഗാനമേള. 10 സനയുടെ ഇന്റർനാഷണൽ DJ. 11 ഡാൻസ് ആൻഡ് മ്യൂസിക്കൽ നൈറ്റ്. 12 പൊടിയൻ കൊച്ചേട്ടൻ ഷോ. 13 പത്തനാപുരം ഗാന്ധിഭവന്റെ നാടകം ഗാന്ധി. 14 പിന്നണി ഗായകൻ പ്രകാൾ സാരംഗ് നയിക്കുന്ന പത്തനംതിട്ട ഒറിജിനൽസ് ഓർക്കസ്ട്രയുടെ ഗാനമേള. 15 ഗായകൻ അൻവർ സാദത്ത് നയിക്കുന്ന മ്യൂസിക്കൽ ബാൻഡ്. 16 സിനിമാ മിമിക്രി താരം മനോജ് ഗിന്നസ് നയിക്കുന്ന കൊച്ചിൻ നവോദയയുടെ സൂപ്പർ സ്റ്റേജ് മെഗാ ഷോ. 17 ഗായിക വൈക്കം വിജയലക്ഷ്മിയും ചലച്ചിത്ര പിന്നണി ഗായകൻ കിഷോർ വർമ്മയും ചേർന്നൊരുക്കുന്ന വോയിസ് ഓഫ് കൊച്ചിന്റെ പാട്ടുത്സവം. ഫെസ്റ്റിന്റെ വിജയകരമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചതായി വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ, MN ഗോപി, TM ജോൺ, അജീഷ് മുതുകുന്നിൽ, MS മഹേശ്വരൻ, നൌഷാദ് ആലമൂട്ടിൽ, റൈസൻ പിന ജോസഫ്, PK ഷാജി, ഷിജു ഉള്ളുരുപ്പിൽ എന്നിവർ പറഞ്ഞു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. തങ്കമണി സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സിൻ നഴ്സിംഗ് കോളേജിലെ 3ാം ബാച്ച് GNM വിദ്യാർത്ഥികളുടെ ദീപം തെളിയിക്കൽ ചടങ്ങ് നടന്നു. തങ്കമണി സിൻ നഴ്സിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നഴ്സിംഗ് ജോലി ഒരു പുണ്യപ്രവൃത്തിയാണെന്നും അതിന്റെ മഹാത്മ്യം ആഴത്തിൽ അനുഭവിച്ചാലേ തിരിച്ചറിയാനാകൂ എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സ്വന്തം ജീവിത പങ്കാളി റീജിയണൽ ക്യാൻസർ സെന്ററിൽ നഴ്സായി സേവനം ചെയ്യുന്നതായും ക്യാൻസർ രോഗബാധിതരായ കുട്ടികൾ ഉൾപ്പെടെയുള്ള രോഗികളെ പരിചരിക്കുന്ന സാഹചര്യങ്ങൾ നേരിൽ കാണുമ്പോൾ പലപ്പോഴും അവധി പോലും എടുക്കാതെ സേവനം ചെയ്യുന്ന സമർപ്പണ മനസ്സ് താൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള ആത്മാർത്ഥ സേവനമാണ് ലോകമെമ്പാടും മലയാളി നഴ്സുമാർക്ക് പ്രശംസ നേടിക്കൊടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് പുണ്യപ്രവർത്തിയാണ് നഴ്സിംഗ്. അതിനോട് യോജിച്ചിരുന്ന അതിൻ്റെ പ്രവർത്തനം അറിയുമ്പോഴാണ് മഹാത്മ അറിയുന്നത്. എൻ്റെ കുടുംബം RCCയിലെ നേഴ്സാണ്, തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ. ഓരോ ദിവസവും അല്ലെങ്കിൽ വരുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അവിടുത്തെ ഓരോ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ലീവെടുക്കാൻ പോലും അവസ്ഥയിൽ തോന്നിപ്പിക്കില്ല എന്ന് പറയത്തക്ക അവസ്ഥയാണ് സംജാതമാകുന്നത്. ജനിച്ച് ലീവെടുക്കാൻ പോലും ക്യാൻസർ ഉണ്ടെന്ന് കണ്ടാൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചികിത്സ സംഭവിക്കുന്നത്, എങ്ങനെയാണ് പോകാൻ കഴിയുക, എന്തുമാത്രമാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് ആധുനിക ശാസ്ത്രത്തിലെ വൈദ്യശാസ്ത്രത്തിലെ സഹകരണ ആശുപത്രി പ്രസിഡന്റ് KU വിനു അധ്യക്ഷനായി. സീനിയർ ലെക്ചറർ സ്നേഹ ഫ്രാൻസിസ് വിദ്യാർത്ഥികൾക്ക് ദീപം തെളിയിച്ചു നൽകി. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഷേർലി പൗലോസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സഹകരണ ആശുപത്രി സ്ഥാപകനും ഡയറക്ടറുമായ CV വർഗീസ്, വൈസ് പ്രസിഡന്റ് KP സുമോദ്, ഡയറക്ടർ KJ ഷൈൻ, മാനേജിംഗ് ഡയറക്ടർ സജി തടത്തിൽ, സെക്രട്ടറി ശ്രുതി വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ ലാൽജി ജോസഫ്, അക്കൗണ്ട്സ് മാനേജർ അമൃത ഷാജി, പർച്ചേസ് മാനേജർ പ്രവീൺ കുമാർ, പാലിയേറ്റീവ് കോർഡിനേറ്റർ സാബു TJ, PRO അരുണിമ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി.
തോപ്രാംകുടി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും കർമ്മങ്ങളും നടക്കുമെന്ന് ക്ഷേത്രം തന്ത്രി സൂര്യകാലടിമന സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് പറഞ്ഞു. തോപ്രാംകുടി മഹാദേവ ക്ഷേത്രം എല്ലാ വർഷവും നടക്കാറുള്ള പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആ പ്രതിഷ്ഠാദിനാചരണം ഉത്സവം ഉത്തരോത്തരം അതിൻ്റെ ചടങ്ങുകൾ വർദ്ധിക്കുന്നതല്ലാതെ കീഴ്പ്പെട്ടില്ല. അത് ഒത്തൊരുമയോടുകൂടിയിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനം, ആ ജാതിക്കും മതത്തിനും അതീതമായിട്ട് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ കൂടി ഇവിടെ ഉരുത്തിരിയുന്ന ഈ ഒരു മതമൈത്രിയും ഐക്യവും സമ്മേളിക്കുന്ന തോപ്രാംകുടി മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം നാടിന്റെ ആഘോഷമാണ്. ഉത്സവദിനങ്ങളിൽ നടക്കുന്ന വിശേഷാൽ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ഭക്തരാണെത്തുന്നത്. ഉത്സവദിനങ്ങളിൽ പുലർച്ചെ 5-ന് നട തുറക്കുന്നതു മുതൽ നിർമാല്യ ദർശനം, അഭിഷേകം, സൂര്യകാലടി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം തുടങ്ങിയവയിലെല്ലാം വർദ്ധിച്ച ജനസാന്നിധ്യം കാണാം. അന്നദാനം മഹാദാനം എന്ന തത്വത്തിലധിഷ്ഠിതമായി ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന മഹാപ്രസാദമൂട്ട് തോപ്രാംകുടി മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. സിറ്റി വിഷൻ ഇടുക്കി. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 13,785 രൂപ, പവന് 1,10,10,280 രൂപ, വെള്ളി ഗ്രാമിന് 265 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എക്സിറ്റ് പോളുകൾ തള്ളിയും തള്ളാതെയും മുന്നണികൾ. എക്സിറ്റ് പോളുകൾ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നും LDF സർക്കാർ അധികാരത്തിലെത്തുമെന്നും CPIM. അതേസമയം ഇത്തവണ UDF തിരിച്ചെത്തുമെന്ന കോൺഗ്രസ് നേതൃത്വം. ഇടുക്കി താലൂക്കിൽ റേഷൻ കടയിൽ നിന്ന് വിതരണം ചെയ്ത അരിയുടെ ഗുണമേന്മയെ ചൊല്ലി ഗുരുതര ആരോപണം. ചെള്ളു നിറഞ്ഞതും ഭക്ഷ്യയോഗ്യമല്ലാത്ത അരിയാണ് വിതരണം ചെയ്തതെന്ന പരാതിയുമായി യുവാവ് രംഗത്ത്. തൊഴിലാളികളുടെ അഭാവം മൂലം ഇടുക്കിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ പോയതാണ് നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയായത്. മൂന്നാർ മേഖലയിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്നു. മൂന്നാർ പഞ്ചായത്തിൽ ലക്ഷ്മി എസ്റ്റേറ്റ് ഈസ്റ്റ് ഡിവിഷനിൽ കടുവയുടെ ആക്രമണത്തിൽ പശു ചത്തു. ഈസ്റ്റ് ഡിവിഷൻ സ്വദേശി നാദകൃഷ്ണന്റെ പശുവാണ് ചത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.